നിങ്ങൾ നല്ല ആളാണെന്ന് തെളിയിക്കാൻ നോക്കി സമയം കളയണ്ട. അത് നടക്കില്ല. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് ചില ആളുകളുണ്ട്, നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും അവർ നിങ്ങളെ തെറ്റായ രീതിയിൽ മാത്രമേ കാണൂ. നിങ്ങൾ എത്ര സത്യം പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. നിങ്ങൾ എത്ര വിശദീകരിച്ചാലും അവർക്കത് മനസ്സിലാകില്ല. പക്ഷേ പ്രശ്നം അതല്ല. അവരെ തിരുത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ലളിതവും സമാധാനപൂർണവുമാക്കുന്ന ഒരു സത്യമാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെയും അല്ലെങ്കിൽ നിങ്ങളെ വില അറിയാത്തവർക്കും വേണ്ടി നിങ്ങളുടെ സമയം കളയരുത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ സ്വയം തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനെയല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്, എൻ്റെ ഭാഗം കൂടി കേൾക്കൂ, ഇങ്ങനെ പറഞ്ഞ് എത്ര പേരുടെ പിന്നാലെ നിങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിശദീകരണവും വേണ്ട. പക്ഷെ നിന്നെ തെറ്റിദ്ധരിക്കാൻ തീരുമാനിച്ചവർക്ക് 100 വിശദീകരണങ്ങൾ പോലും മതിയാകില്ല. കാരണം അവർ സത്യം അന്വേഷിക്കുന്നില്ല. അവർ അവരുടെ അഭിപ്രായം ശരിയാണെന്ന് തെളിയിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ അവസാനം ആരും സന്തോഷിക്കില്ല, നിങ്ങളും സന്തോഷിക്കില്ല. എല്ലാവരുടെയും അംഗീകാരം നേടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം നഷ്ടപ്പെടുത്തും. നിങ്ങൾ ആരാണെന്ന് മറക്കും. നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് അളക്കാൻ തുടങ്ങും. അതൊരു അപകടകരമായ അവസ്ഥയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അപ്പോൾ നിങ്ങളുടെ കൈകളിലല്ല, മറ്റുള്ളവരുടെ കൈകളിലാണ്. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വിശദീകരണം ആവശ്യമില്ല, നിങ്ങളെ വെറുക്കുന്നവർക്ക് വിശദീകരണം മതിയാവുകയുമില്ല. അപ്പോൾ എന്തിനാണ് ഈ പോരാട്ടം? എന്തിനാണ് തെളിവുകൾ? സമയമെല്ലാം തെളിയിക്കും. നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കും. നിങ്ങളുടെ ജീവിതം തന്നെയാകും നിങ്ങളുടെ മറുപടി. അതിനാൽ ഇന്നു മുതൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ സമയം കളയരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് അത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയായിരിക്കണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയും നമ്മൾ പെടാപ്പാട് പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളറിയാതെ നമ്മളെ തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടില്ല, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പം മറ്റുള്ളവർ എന്ന ചിന്ത മാറ്റി സ്വന്തത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നടക്കൂ.